എറണാകുളം ഞാറക്കലിലെ 17-കാരന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. അർജുൻ ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നില്ലെന്നും ആരോ മാനസികമായി സമ്മർദ്ദപ്പെടുത്തിയെന്നും സംശയമുള്ളതായി കുടുംബം പറഞ്ഞു. അർജുന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നുവെന്ന് സംശയമുള്ളതായും കുടുംബം ആരോപിച്ചു. ഒറ്റയ്ക്ക് തൊട്ടടുത്തുള്ള കടയിൽ പോലും പോകാത്ത അർജുൻ 3 കിലോമീറ്ററോളം നടന്ന് ബീച്ചിലെത്തിയത് അസ്വാഭാവികമാണ്. എല്ലാ മരണങ്ങളും ഗെയിം അഡിക്ഷന്റെ ലേബലിലാക്കരുതെന്നും ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ദിവസമാണ് 17-കാരനെ വൈപ്പിൻ ചാപ്പ കടപ്പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗെയിം ടാസ്ക് കാരണമാണോ ജീവനൊടുക്കിയത് എന്നായിരുന്നു പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ഞാറക്കലിൽ 17-കാരൻ മരിച്ചത്. ഈയൊരു മരണത്തിൽ ഇപ്പോൾ ദുരൂഹത ആരോപിച്ചിരിക്കുകയാണ് കുടുംബം. അർജുൻ ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നില്ല എന്നും ആരോ മാനസികമായി സമ്മർദ്ദപ്പെടുത്തിയെന്ന് സംശയമുള്ളതായാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അർജുൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊരു സംശയമുണ്ടെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ഒറ്റയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോലും പോകാത്ത അർജുൻ എങ്ങനെയാണ് 3 കിലോമീറ്ററോളം നടന്ന് ബീച്ചിലെത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ പ്രധാന സംശയം. അതുകൊണ്ട് തന്നെ ഈ അർജുൻ്റെ മരണത്തിൽ ഇപ്പോൾ ഒരു അസ്വാഭാവികതയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ മരണങ്ങളും ഗെയിം അഡിക്ഷൻ്റെ ലേബലിലാക്കരുത് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിൻ്റെ ഒരു പ്രധാന ആവശ്യം തന്നെ. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് 17-കാരനെ വൈപ്പിൻ ചാപ്പ കടപ്പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗെയിം ടാസ്ക് കാരണമാണോ ജീവനൊടുക്കിയതെന്നൊക്കെ ആയിരുന്നു പ്രാഥമിക നിഗമനം. എന്തായാലും ഈ ഒരു മരണത്തിലാണ് ഇപ്പോൾ കുടുംബം സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. 17-കാരനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. 17-കാരൻ്റെ മരണത്തിലാണ് ഇപ്പോൾ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. അർജുൻ ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നില്ല എന്നും ആരോ മാനസികമായി സമ്മർദ്ദപ്പെടുത്തിയെന്ന് ഒരു സംശയം തങ്ങൾക്കുള്ളതായാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. എന്തായാലും അർജുൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ഒറ്റയ്ക്ക് തൊട്ടടുത്ത കടയിൽ പോലും പോകാത്ത അർജുൻ എങ്ങനെയാണ് 3 കിലോമീറ്ററോളം നടന്ന് ബീച്ച് വരെ എത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ സംശയം. അതുകൊണ്ട് തന്നെ അർജുൻ്റെ മരണം അസ്വാഭാവികമാണെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും എല്ലാ മരണങ്ങളും ഗെയിം അഡിക്ഷൻ്റെ ലേബലിലാക്കരുതെന്നുമൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ട്. സംഭവത്തിൽ എന്തായാലും സമഗ്ര അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം.